നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് 4 ദിവസങ്ങളിലായി നടക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് ഫെബ്രുവരി 10 സമാപനം. ഈ വർഷത്തെ തൃശൂർ പൂരം പ്രദർശനത്തിന്റെ ഭൂമി പൂജയും കാൽനാട്ട് കർമ്മവും പൂരം പ്രദർശന ഗ്രൗണ്ടിൽ നടന്നു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ സ്വകാര്യ ബസ് ഇടിച്ച് മാൻ ചത്തു. ഞായറാഴ്ച രാവിലെ 10:30ഓടെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് 4 ദിവസങ്ങളിലായി നടക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് ഫെബ്രുവരി 10 സമാപനം. ശാസ്ത്രജ്ഞർക്കൊപ്പം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ പ്രഭാത നടത്തത്തോടെ സമാപന ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമാകും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പഠനത്തിലും ശാസ്ത്രീയ രീതികളിലും പ്രചോദനം നൽകുന്ന പരിപാടിയായാണ് ശാസ്ത്രജ്ഞരോടൊപ്പമുള്ള നടത്തം സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 മുതൽ 8:30 വരെ നടക്കുന്ന പ്രഭാത സവാരിയിൽ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രജ്ഞർക്കൊപ്പം പ്രഭാത സവാരിയിൽ പങ്കെടുക്കാനും ശാസ്ത്ര സംബന്ധിയായ പ്രഭാഷണത്തിലും സംശയ നിവാരണത്തിലും ഏർപ്പെടാനും അവസരമൊരുക്കും. പ്രശസ്ത ശാസ്ത്രജ്ഞരായ MC ദത്തൻ, ഡോക്ടർ സുരേഷ് ദാസ്, ഡോക്ടർ GM നായർ, പ്രൊഫസർ SD ബിജു, ഡോക്ടർ N അനിൽകുമാർ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിക്കും. രാവിലെ 9:30 മുതൽ 1 മണി വരെ MS സ്വാമിനാഥൻ ഹാളിൽ സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് നടക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയുടെ മുഖ്യ പ്രഭാഷണത്തെ തുടർന്ന് വിവിധ സ്റ്റാർട്ടപ്പുകളുടെ നേതൃത്വത്തിൽ അവതരണങ്ങളും ചർച്ചകളും നടക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂന്നിയ നവീകരണ സംരംഭകരെയും അവരുടെ നൂതനമായ പദ്ധതികളെയും പരിചയപ്പെടാൻ സാധിക്കും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ വിദഗ്ധ ശാസ്ത്രജ്ഞരുമായുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ ഇന്ററാക്റ്റീവ് സെക്ഷൻ ഡോക്ടർ KM ഭട്ട് ഹാളിൽ നടക്കും. പ്രൊഫസർ KP സുധീർ മോഡറേറ്ററാകും. കേരള സർക്കാരിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് MC ദത്തൻ, ഡോക്ടർ സുരേഷ് ദാസ്, കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹൻ കുന്നുമൽ, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു, അനൂപ് അംബിക, ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ജേക്കബ് ജോൺ, ഡോക്ടർ PA സുരേഷ് ബാബു, ഡോക്ടർ DS പൈ, പ്രൊഫസർ SD ബിജു എന്നിവർ സംബന്ധിക്കും. വൈകിട്ട് 3:30 MS സ്വാമിനാഥൻ ഹാളിൽ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ സമാപന ചടങ്ങുകൾ നടക്കും. പ്രൊഫസർ KP സുധീർ അധ്യക്ഷനാകും. കൃഷിമന്ത്രി P പ്രസാദ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് എന്നിവർ സംസാരിക്കും. പ്രൊഫസർ MK ജയരാജ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ചടങ്ങിൽ ഗവേഷണ പ്രബന്ധങ്ങൾക്കും പോസ്റ്ററുകൾക്കുമുള്ള അവാർഡുകൾ, സിസോൾ പുരസ്കാരങ്ങൾ, ശാസ്ത്ര പ്രദർശനത്തിലെ ഏറ്റവും മികച്ച സ്റ്റാളിനുള്ള അവാർഡുകൾ നൽകും. ചടങ്ങിൽ പ്രൊഫസർ A സാബു സ്വാഗതവും ഡോക്ടർ C അരുൺ നന്ദിയും പറയും. ഈ വർഷത്തെ തൃശൂർ പൂരം പ്രദർശനത്തിന്റെ ഭൂമി പൂജയും കാൽനാട്ട് കർമ്മവും പൂരം പ്രദർശന ഗ്രൗണ്ടിൽ നടന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ ML റോസി, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടിലാത്ത്, കോർപ്പറേഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, റെജി ജോയ്, N പ്രസാദ്, സുനിൽ രാജ്, സുരേഷ്, സിന്ധു ആൻഡോ ചാക്കോള, ലീല ടീച്ചർ, ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, പ്രദർശന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് P പ്രകാശ്, പ്രദർശന കമ്മിറ്റി സെക്രട്ടറി M രവികുമാർ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മങ്ങാട്ട്, ട്രഷറർ K ദിലീപ് കുമാർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, മുൻ MLA-മാരായ TV ചന്ദ്രമോഹൻ, MK കണ്ണൻ, മുൻ മേയർമാരായ K രാധാകൃഷ്ണൻ, IP പോൾ, അജിത ജയരാജൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രദർശന കമ്മിറ്റി മുൻ ഭാരവാഹികൾ, ഇരു ദേവസ്വം പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാറമേക്കാവ് ക്ഷേത്രം മേൽക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിപ്പാട് ഭൂമി പൂജ നിർവഹിച്ചു. 2025 മാർച്ച് 24 മുതൽ മെയ് 22 വരെയാണ് പ്രദർശനം. മെയ് 6-നാണ് ഈ വർഷത്തെ തൃശൂർ പൂരം. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. മരോട്ടിച്ചാൽ സ്വദേശികളായ സോമൻ പറപ്പുള്ളിത്തറയിൽ
തങ്കച്ചൻ വാക്കനാമ്പാടം എന്നിവരുടെ വാഴ, അടക്കാമരം എന്നീ കൃഷികളാണ് ആന നശിപ്പിച്ചത്. കുലവരാറായ നിരവധി നേന്ത്രവാഴകളാണ് ഒറ്റ രാത്രി കൊണ്ട് ആന ചവിട്ടി മെതിച്ചത്. കൂടാതെ സമീപത്തെ അടയ്ക്കാമരങ്ങളും ആന കുത്തിമറിച്ചിട്ടു. നിരന്തരം ആനശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് ഇവിടുത്തെ കർഷകർ. ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്നത് തടയാൻ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല. ബാറ്ററി തകരാറാണ് വൈദ്യുതി വേലിയുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പ്രശ്നം പരിഹരിക്കാൻ കർഷകർ ആവശ്യപ്പെട്ടെങ്കിലും ഇതിനാവശ്യമായ ഫണ്ടില്ല എന്ന മറുപടിയാണ് കർഷകർക്ക് ലഭിച്ചത്. നിലവിൽ രാത്രി സമയങ്ങളിൽ കൃഷിസ്ഥലങ്ങളിൽ കർഷകർ പടക്കം പൊട്ടിച്ചും കാവലിരുന്നുമാണ് കാട്ടാന ആക്രമണത്തിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ശാശ്വത പരിഹാരമല്ലെന്നും കർഷകർ പരാതി പറയുന്നു. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ സ്വകാര്യ ബസ് ഇടിച്ച് മാൻ ചത്തു. ഞായറാഴ്ച രാവിലെ 10:30 സംഭവം. മണ്ണുത്തി വെട്ടിക്കലിൽ റോഡ് കുറുകെ കടക്കുകയായിരുന്ന മാനിനെയാണ് സ്വകാര്യ ബസ് ഇടിച്ചത്. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന മേക്കാട്ടിൽ എന്ന ബസ്സാണ് മാനിനെ ഇടിച്ചത്. ഇടിയേറ്റ മാൻ സംഭവ സ്ഥലത്ത് തന്നെ ചത്തു. സമീപത്തെ കാട്ടിൽ നിന്നും കൂട്ടം തെറ്റി വന്ന മാനിനെ നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഭയന്ന് ഓടുന്നതിനിടെ ബസ് ഇടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് മണ്ണുത്തി പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാമത് തിരൂർ ഏരിയ സമ്മേളനം 2025 ഫെബ്രുവരി 9 ഞായറാഴ്ച രാവിലെ 9:30 പൂമല അമ്പലപ്പാട് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. ഏരിയ പ്രസിഡന്റ് PN സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം രമ്യ MT, ഏരിയ സെക്രട്ടറി ശാന്തകുമാരി മോഹൻ, ഏരിയ ട്രഷറർ A. പിയൂസ്, അന്നമ്മ MS, ഉണ്ണികൃഷ്ണൻ C, ഉഷ AK, സുനിത CK, സുവിജ KV, രാജശ്രീ M എന്നിവർ സംസാരിച്ചു. കിട്ടാത്ത കാലത്ത് പോലും കൃത്യമായി മെമ്പർമാരിൽ ചെന്ന് മെമ്പർഷിപ്പ് ചേർക്കൽ സംഘടനയെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന ഉറച്ച വിശ്വാസമാണ്. അതുവഴി അവർ നേരിട്ടെടുത്താണ് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന മുഴുവൻ സുഖ സൗകര്യങ്ങളും. എപ്പോഴും നമ്മളൊന്നറിയേണ്ടത്, ഏതൊരു സംഘടനയുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ സംഘടനയുടെ നേതൃത്വമാണ്. മെമ്പർമാർക്ക്, സംഘടനയിലെ മെമ്പർമാർക്ക് കൃത്യമായി എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നതും അതുപോലെ തന്നെ അവരുമായി നിരന്തരം സമ്പർക്കത്തിലെത്തുന്നതും, അങ്ങനെ വരുമ്പോൾ മാത്രമേ സംഘടനയുടെ വിജയം ഉണ്ടാവുള്ളൂ. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
ഉറങ്ങണില്ല. ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ചുള്ള മച്ചാട് കാർണിവൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പുന്നപ്പറമ്പ് മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവൽ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റും മേളയുടെ ചെയർമാനുമായ TV സുനിൽകുമാർ നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്തും വ്യവസായ വകുപ്പും പൂര കമ്മിറ്റിയും സംയുക്തമായാണ് മച്ചാട് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, KN രാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പൂരം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കുംകര ഗ്രാമപഞ്ചായത്തും തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രവും മച്ചാട് മാമാങ്ക കമ്മിറ്റികളുടെയും സഹകരണത്തോടു കൂടി ഈ വർഷവും മച്ചാട് കാർണിവൽ എന്ന പേരിൽ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 2 വർഷം നമ്മൾ ഈ പരിപാടി ഇവിടെ നല്ല രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കണമെന്നാണ് ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളും അതിൻ്റെ ഭാഗമായി വിപുലമായ രീതിയിലുള്ള പരിപാടിയാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന മച്ചാട് കാർണിവൽ പരിപാടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വർഷം കൂടുതൽ ആളുകൾ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി, ഇതിൽ പങ്കാളികളാകാൻ വേണ്ടി പരമാവധി ടിക്കറ്റിൻ്റെ ഉൾപ്പെടെ പൈസ ഞങ്ങൾ 30 രൂപ ചാർജ് ഉണ്ടായിരുന്നു, 10 രൂപയാക്കി ടിക്കറ്റ് ചാർജ് കുറച്ചു. 15 വയസ്സ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി പാസ് വിതരണം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ 60ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായി പ്രദർശനത്തിനുള്ളത്. 13-ാം തീയതി വലിയ രീതിയിൽ ഇവിടുത്തെ പ്രാദേശികമായി കൈക്കൊട്ടികളോടുകൂടി ഉദ്ഘാടന സെഷൻ ആരംഭിക്കും. ബഹുമാനപ്പെട്ട ആലത്തൂരിൻ്റെ MP ആണ് ഇത് ഈ കാർണിവൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA അതിൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് അന്ന് വൈകിട്ട് നാടൻ പാട്ടുണ്ട്. തുടർന്ന് 15-ാം തീയതി നമ്മുടെ ഈ പ്രദേശത്ത് പഞ്ചായത്തിനകത്തുള്ള വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിക്കും. തുടർന്ന് 19-ാം തീയതി ഈ പ്രദേശത്തുള്ള കുട്ടികളുടെ ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 20-ാം തീയതി സമാപനം ഒരു വലിയ ഗാനമേളയോടുകൂടി സമാപിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. കാർണിവലിൽ ഈ പ്രാവശ്യം വ്യത്യസ്ത രീതിയിലുള്ള പ്രത്യേകതകൾ കൂടി ഇതിനുണ്ട്. ഒരു ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ ഭാഗമായി ഒരു ഫുഡ് കോർട്ട് വലിയ രീതിയിലുള്ള എല്ലാ ജില്ലകളിലെയും വ്യത്യസ്ത രുചികളുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചീസ് നിർമ്മാണത്തിൽ പരിശീലനം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയിലെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി കോളേജിൽ 2 ദിവസത്തെ ചീസ് നിർമ്മാണ പരിശീലനം നൽകുന്നു. ഫെബ്രുവരി 21, 22 തീയതികളിലാണ് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ പരിശീലനം.
രജിസ്ട്രേഷൻ ഫീസ് 2250 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9495796738. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ ചേലക്കോട്ടുകര മാർ അപ്രംപള്ളി 85-ാം തിരുനാൾ കൊടിയേറ്റം വികാരി ഫാദർ CD പോളി നിർവഹിച്ചു. ഫെബ്രുവരി 14, 15, 16 തീയതികളിലാണ് തിരുനാൾ. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള കൊല്ലം ജില്ലയിലെ കൊട്ടിയം മുട്ടക്കോഴി പ്രജനന കേന്ദ്രത്തിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ആവശ്യമുള്ളവർ കെപ്കോയുടെ കൊട്ടിയം ലെയർ ബ്രീഡർ ഫാമിൽ നേരിട്ട് ബുക്ക് ചെയ്യണം. ഫോൺ നമ്പർ 9495000933. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊഴുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വാർത്തകളിലേക്ക്. മച്ചാട് കുമരംകിണറ്റിങ്കര ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ തിരുവോണം നഗർ വേലയാഘോഷ കമ്മിറ്റിയുടെ നോട്ടീസ് പ്രകാശനം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നോട്ടീസ് പ്രകാശനം ചെയ്തു. വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കാർത്തിക്, സെക്രട്ടറി ലാൽകൃഷ്ണ, ട്രഷററി ദുർഗാദാസ് പുളിയത്ത്, കമ്മിറ്റി അംഗങ്ങളായ ഗൗതം, ശരത്, അർജുൻ, അക്ഷയ്, യദു എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 1-ന് നടക്കുന്ന മീനഭരണി മഹോത്സവത്തിന് വ്യത്യസ്തമാർന്ന പരിപാടികൾ ഉണ്ടാകുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ നിലവിലുള്ള പരാതികൾ തീർപ്പാക്കുന്നതിനായി തൃശൂർ ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു. തൃശൂർ കളക്ട്രേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിലാണ് ഫെബ്രുവരി 21, 22 തീയതികളിൽ അദാലത്ത് നടക്കുന്നത്. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പറായ TK വാസു, അഡ്വക്കേറ്റ് സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പട്ടികജാതി പട്ടിക ഗോത്രവർഗക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ള പരാതികളിൽ പരാതിക്കാരെയും പരാതി എതിർകക്ഷികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നേരിൽ കാണും. പുതിയ പരാതികളും സ്വീകരിക്കും. അദാലത്തിൽ പോലീസ്, റവന്യൂ, കൃഷി, പഞ്ചായത്ത്, പട്ടികജാതി പട്ടികവർഗ വികസനം തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് 4 ദിവസങ്ങളിലായി നടക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് ഫെബ്രുവരി 10-ന് സമാപനം. ഈ വർഷത്തെ തൃശൂർ പൂരം പ്രദർശനത്തിന്റെ ഭൂമി പൂജയും കാൽനാട്ട് കർമ്മവും പൂരം പ്രദർശന ഗ്രൗണ്ടിൽ നടന്നു.
മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ സ്വകാര്യ ബസ് ഇടിച്ച് മാൻ ചത്തു. ഞായറാഴ്ച രാവിലെ 10:30 സംഭവം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.